പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓരോ ക്രിസ്തു ശിഷ്യന്റെയും പ്രത്യാശയാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. വിശുദ്ധ വേദപുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, യേശു ക്രിസ്തുവിൻ്റെ വരവിനോട് അനുബന്ധമായി പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യഹൂദനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ട ഒരു തലമുറയിൽ ജീവിക്കുമ്പോൾ ഏത് സമയത്തും യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ആസന്നമാണ്. ലോകത്തിൻ്റെ സംഭവങ്ങൾ അത് നമ്മളെ കാണിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാലങ്ങളെയും നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയും നാം ജീവിക്കുന്ന കാലങ്ങളെയും എല്ലാം നാം വിവേചിച്ച് മനസ്സിലാക്കി അധികം ഒരുക്കത്തോടെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിനെ കാത്തിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും എപ്പോഴാണത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അധികമായിട്ട് അതിനായിട്ട് ഒരുക്കപ്പെടേണ്ടത് എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിൻ്റെ അകത്തുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കുറച്ച് പ്രിയപ്പെട്ടവര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോഴത്തെ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായിട്ട് അനുബന്ധിച്ച് ചിന്തിച്ച് മെസ്സേജുകൾ നൽകണമെന്ന് അഭിപ്രായപ്പെട്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒത്തിരി സംശയങ്ങളുണ്ട്. ഇപ്പോഴത്തെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എതിർ ക്രിസ്തുവിൻ്റെ അപ്രതിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്നുകൂടെ ഒന്ന് ഒരുങ്ങി പുതുക്കം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്കിടയാക്കുകയും ചെയ്യട്ടെ. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. യോഹന്നാൻ 3-ാം ലേഖനത്തിൽ അവിടെയുള്ള തൻ്റെ കേൾവിക്കാരോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആര് പ്രത്യക്ഷനാകുമ്പോൾ? യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ. ദൈവസഭയുടെയും ദൈവമക്കളുടെയും എല്ലാം ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ച ആ പ്രവചനത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിലാണ് വെളിപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലുപരി യേശു തന്നെ പറഞ്ഞ വാക്കുകളുണ്ട്: ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ, തൻ്റെ മക്കൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയ കർത്താവ് സ്ഥലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മനോഹരമായ സ്ഥലത്ത് തന്നിൽ വിശ്വസിക്കുന്നവരും അതേ തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട അങ്ങനെ ഒരു സമർപ്പിത ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നവരെയും ഇരിക്കുന്ന ഇടത്ത് ഇരുത്താം എന്നുള്ള ശ്രേഷ്ഠമായ പ്രത്യാശ തൻ്റെ മക്കൾക്ക് നൽകിയിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് കർത്താവ് ആരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. കർത്താവ് വേഗത്തിൽ മടങ്ങി വരുമെന്നുള്ളത് തൻ്റെ വാക്കുകൾ നമുക്ക് ഉറപ്പു തരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരോട്, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, തൻ്റെ അനുഗാമികളോട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ സാക്ഷ്യമാണ്: നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് നിങ്ങൾ താൻ പോയതുപോലെ മടങ്ങി വരും എന്നുള്ളത്. അത് മാത്രവുമല്ല, നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലെയൊക്കെ പത്രോസ്, പൗലോസ് അടക്കമുള്ള ദൈവഭക്തന്മാരെല്ലാവരും അവരുടെ തലമുറയിൽ കർത്താവ് വരും എന്നുള്ള പ്രതീക്ഷയോടെ ജീവിച്ചവരായിരുന്നു. അതിന് തിയോളജിക്കലി ഉപയോഗിക്കുന്ന പദമെന്ന് പറയുന്നത് ഇമിനന്റ് പറൂസിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടെ തലമുറയിൽ യേശു വരുമെന്ന് വിശ്വസിച്ചു. ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ ചിലർ ചിന്തിക്കും, അയ്യോ അവരുടെ പ്രതീക്ഷകൾ തെറ്റിപ്പോയല്ലോ, ഇപ്പോഴും വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എനിക്കതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ സമയവും നമ്മുടെ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ നോക്കി ആവേശഭരിതമായ ഒരു കാത്തിരിപ്പ് ഓരോ നിമിഷവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ആവശ്യമാണ്. കാരണം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരുന്നു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കലായി അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും.
അപ്പോൾ കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് വരുമ്പോൾ ആര് പോകും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. വേദപുസ്തകത്തിലെ എല്ലാ ഭാഗവും നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സമയത്തിന്റെ പരിമിതികളുണ്ട്. വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണിത്. എല്ലാ ദിവസവും മെസ്സേജുകൾ വരുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് എൻ്റെ ദൈവവചന ധ്യാനത്തിലും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഒക്കെ ഞാൻ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ദൈവം എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ആളുകൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് കാത്തിരിക്കുന്നവരെ ചേർക്കുവാനാണ്. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടാകണം. അപ്പം ആവേശപരമായ ഒരു ഭരിതമായ ഒരു കാത്തിരിപ്പ് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണെന്ന് എനിക്ക് തോന്നിയ ഒരു വാക്യമായതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം ആദ്യം സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. അവിടെ എഴുതിയിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുന്നവരായിരിക്കും. ഡ്വെൽ ഇൻ ഹിം, എബൈഡ് ഇൻ ഹിം, റിമെയിൻ ഇൻ ഹിം എന്നൊക്കെ പറയുന്ന പദമാണ്. വസിക്കുക എന്ന് പറയുന്ന ഒരു പദമാണ്. അപ്പൊ കർത്താവിൽ വസിക്കുന്നവൻ മാത്രമേ അവന്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതെ ധൈര്യമുണ്ടാകത്തുള്ളൂ. എങ്ങനെയും ജീവിക്കുന്നവർ പോകണം എന്നൊന്നുമില്ല. നാമധേയ ക്രിസ്ത്യാനികൾ പോകണമെന്നൊന്നുമില്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വീണതുകൊണ്ട് പോകണമെന്നൊന്നുമില്ല. വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് യേശു കർത്താവുമായി അഭേദ്യമായ ഒരു ബന്ധം ഉള്ള വ്യക്തിയായിരിക്കണം. 2, കർത്താവ് പറഞ്ഞ കൽപ്പനകളെയൊക്കെ അനുസരിക്കുകയും യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിച്ച് തൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ മാത്രമേ തൻ്റെ വരവിങ്കൽ പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ അവനിൽ വസിപ്പീൻ എന്നുള്ളതാണ്. ഈ വസിക്കുന്നു എന്നുള്ള പദത്തിന്റെ കൃത്യമായ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ഒന്ന് നന്നായി പഠിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ള ഒരർത്ഥത്തിൽ യേശു പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് തോട്ടക്കാരൻ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും ആകുന്നു. അപ്പൊ തോട്ടക്കാരനായ പിതാവ്, മുന്തിരിവള്ളിയായ ക്രിസ്തു, കൊമ്പുകളായ വിശ്വാസികൾ ഓരോരുത്തരും. അപ്പോൾ ഈ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കാതെ കൊമ്പിന് സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയാത്തതുപോലെ ക്രിസ്തുവിൽ വസിക്കാത്ത ഒരു വ്യക്തിക്കും ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. വസിക്കുന്നവൻ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുന്നു. വസിക്കാത്തവനെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അവനെ പുറത്തേക്ക് പോകുന്നു, അവൻ ഉണങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. 15-ാം അധ്യായം ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാന് പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുക എന്നുള്ളതാണ് അതേ ഏറ്റവും പരമപ്രധാനമായ കാര്യം. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുക. എന്താണ്? 1, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാൻ എനിക്ക് വേണ്ടി മരിച്ചത് യേശുവാണ് എന്നുള്ള ആ ഒരു വലിയ ധൈര്യവും വിശ്വാസവും ക്രിസ്തുവിൽ നമുക്കുണ്ടാകണം. റോമാലേഖനം 9-10 അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെട്ടു. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവാണ് പാപവിമോചകൻ, യേശുവാണ് ഈ ലോകരക്ഷിതാവ് എന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും അവന് മരണമില്ല, അവന് നിത്യജീവനുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവിടെ കൊണ്ട് തീരുന്നു എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്ത് യേശു പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുകയും അംഗീകരിക്കുകയും യേശു പറഞ്ഞ കൽപ്പനകൾ അത് എന്തൊക്കെയാണോ അതെല്ലാം, അതിൻ്റെ അകത്ത് വിശുദ്ധ ജീവിതമുണ്ട്, അനുസരണമുണ്ട്, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞുള്ളൊരു ജീവിതം അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം യേശു പറഞ്ഞ കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ക്രിസ്തുവിന് വിധേയപ്പെട്ട് മുൻപോട്ട് ജീവിക്കുന്ന ആ ഒരു വ്യക്തി, വസിക്കുന്ന ഒരു വ്യക്തി, അവനാണ് പ്രത്യക്ഷതയിൽ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എങ്ങനെയും ജീവിക്കുക എന്നുള്ളതല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പാപവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ.
കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പാപത്തിന്റെ പ്രവൃത്തികളെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവേശുവിലൂടെ ലഭ്യമാകുന്ന ദൈവകൃപയിലൂടെ പാപത്തെ ജയിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലൂടെ ദൈവവചനത്തിന്റെ ശുദ്ധീകരണത്തിലൂടെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ ലഭ്യമായ ശുദ്ധീകരണത്തിലൂടെ നാം ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നവരായി തീരണം. അതിനാണ് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് നൽകി തരുന്ന സന്ദേശങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാനും വലിയ വീടുകൾ വെക്കാനും സമ്പന്നരാകാനും എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. നമ്മൾ പറയും അന്ത്യകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് അന്ത്യകാലമല്ല, അന്ത്യകാലത്തിന്റെ അന്ത്യനാഴികയാണ്. ലോകാവസാനത്തിൽ അവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷനായി എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവ് തന്നെ ലോകാവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അന്ത്യകാലത്തിന്റെ അന്ത്യനാഴികയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജികൾ, AI, ഇപ്പോഴത്തെ ഈ ഇൻഫർമേഷൻ ടെക്നോളജികൾ എല്ലാം നോക്കിയാൽ ഒരു വൺ വേൾഡ്, ഒരു ഏകലോക സംവിധാനത്തിലേക്ക് അത് പോവുകയാണ്. ഞാൻ അടുത്ത ദിവസങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയുകയും നമ്മൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ തല ഉയർത്തി നോക്കുക. നമ്മുടെ വീണ്ടെടുപ്പിന്റെ സമയം ആയി തീർന്നിരിക്കുകയാണ്. നമ്മൾ കാലത്തെ വിവേചിക്കുന്നവരായിരിക്കണം. ഈ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയെ നമ്മൾ വിവേചിക്കുന്നവരായിരിക്കണം. ഒരു നല്ല ദൈവഭക്തന്റെ ഏറ്റവും നല്ല ലക്ഷണങ്ങളിൽ ഒന്ന് തിരുവചനത്തെ വെച്ചുകൊണ്ട് കാലത്തെ വിവേചിക്കുന്നവരാകണം. അപ്പം അങ്ങനെ വിവേചിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, വസിക്കുന്നവനായി തീരുക. വസിക്കണമെങ്കിൽ ക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുക. 2, മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, അവനിൽ വസിക്കുന്നു എന്ന് പറഞ്ഞവൻ അവൻ നടന്നതുപോലെ നടക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് നടന്നതുപോലെ നടക്കുക എന്നുള്ളതാണ്. പറയാൻ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിന്തിക്കും, അങ്ങനെയാണോ എല്ലാവരും നടക്കുന്നത്? അങ്ങനെ അല്ലാത്തവർ നടക്കട്ടെ. പക്ഷെ ഏത് കാലത്തും ദൈവത്തിന്റെ ഒരു ശേഷിപ്പുണ്ട്. അനുദിന ജീവിതത്തിന്റെ അകത്ത് നമുക്ക് കർത്താവ് നടന്നതുപോലെ നടക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ സാക്ഷ്യം നഷ്ടപ്പെടാതെ ആ കർത്താവ് നടന്ന ആ സ്നേഹത്തിന്റെ അകത്ത് നിറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തത്, അപ്പോൾ 1, വസിക്കുന്നവരായിരിക്കണം. 2 പത്രോസ് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കർത്താവിന്റെ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായി മാറണം. ദൈവഭക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എത്ര വിശുദ്ധ ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാപത്തിൽ നിന്ന് എങ്ങനെ ജയം പ്രാപിക്കാം, വിശുദ്ധ ജീവിതത്തിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. അപ്പം അതിന്റെ എല്ലാം ഉദ്ദേശം ഇത് തന്നെയാണ്. അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരാകണം. കറയും കളങ്കവും ഇല്ലാത്തവരായി നമ്മളെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, പാപം ചെയ്യുന്ന ഒരുത്തനും ദൈവത്തിന്റെ വീട്ടിൽ വസിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, നിത്യജീവിതത്തിൽ പാപത്തോട് പോരാടി അതിനെ ജയിച്ച് ദൈവിക വിശുദ്ധി വചനത്തിലൂടെ പ്രാപിച്ചുകൊണ്ട് തലയാകുന്ന ക്രിസ്തുവിനോളം വളർന്നു പോയാൽ ആ കാഹളനാദത്തിങ്കൽ നമ്മൾക്ക് ആമേൻ എടുക്കപ്പെടുവാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ പേരെഴുതിയ ആദിജാതന്മാരുടെ സഭ. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടണം എന്നുള്ളതാണ്. സ്വർഗത്തിൽ ആദിജാതന്മാർ മാത്രമേ ഉള്ളൂ, കൊച്ചുമക്കളോ മരുമക്കളോ ഒന്നുമില്ല. അപ്പോൾ ആദിജാതൻ എന്നുള്ള ഈ ഒരു പദവിയിലേക്ക് വരണമെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിലൂടെയുള്ള പുത്രത്വം പ്രാപിച്ച് ആ വിശ്വാസത്താലുള്ള നീതീകരണം ഏറ്റെടുത്തുകൊണ്ട് ആദിജാതൻ എന്നുള്ള ഒരു പദവിയിലേക്ക് ദൈവത്തിന് സ്തോത്രം നമ്മൾ എത്തുവാനായിട്ട് നമുക്ക് കഴിയണം. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിലൊക്കെ അതിൻ്റെ ആഴമായ അർത്ഥങ്ങളുണ്ട്. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇസ്രായേലിന്റെ ആദിജാതൻ എന്നുള്ളതാണ്. ആദിജാതന് ലഭ്യമായ അനുഗ്രഹങ്ങളും പദവികളും ഒക്കെ വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിലൂടെ ആ നീതീകരണവും വിശുദ്ധീകരണവും പാപവിമോചനവും വീണ്ടെടുപ്പും ഒക്കെ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന പദവി ആദിജാതൻ എന്നുള്ള പദവിയാണ്. അപ്പോൾ ആദിജാതൻ എന്നുള്ള പദവിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ, നാം ജീവിക്കുന്ന ഇപ്പോഴുള്ള ഈ ലോക സംഭവങ്ങൾ ഒക്കെ ചേർത്ത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ
കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ചിന്തിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ.